there are two type of stress. ഒന്ന് ഗുഡ് സ്ട്രെസ് ആൻഡ് ബാഡ് സ്ട്രെസ് എന്ന് പറയും. അതിന് വേറൊരു പേരുകൂടിയുണ്ട്. ഗുഡ് സ്ട്രെസ്സിനെ നമ്മൾ യൂസ്ട്രെസ് എന്നാണ് പറയുന്നത്, ബാഡ് സ്ട്രെസ്സിനെ നമ്മൾ ഡിസ്ട്രെസ് എന്നും പറയുന്നത്. സി, ഗുഡ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് പറയട്ടെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു പരീക്ഷ വരുന്നു. പരീക്ഷ വരുമ്പോഴത്തേക്ക് കുട്ടി സ്വാഭാവികമായിട്ടും അടുത്ത ആഴ്ച പരീക്ഷയാണല്ലോ, പഠിക്കണമല്ലോ, ടി വി കണ്ടുകൊണ്ടിരുന്നാൽ പറ്റില്ലല്ലോ, അല്ലെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നാൽ പറ്റൂലല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ ഇരുന്ന് പഠിക്കുന്നു. സോ ദർ വിൽ ബി എ മോട്ടിവേഷൻ. ദിസ് ഈസ് ഓൾസോ നോൺ ആസ് പോസിറ്റീവ് സ്ട്രെസ് അഥവാ ഗുഡ് സ്ട്രെസ് അഥവാ ഈ സ്ട്രെസ് എന്ന് പറയുന്നത്. ഇനി മറിച്ച് നമുക്ക് ബാഡ് സ്ട്രെസ് ആണെങ്കിൽ, പരീക്ഷ വരുന്നു, ഈ സെയിം സിറ്റുവേഷൻ തന്നെ എടുക്കാം. പരീക്ഷ വരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ടെൻഷൻ അടിച്ചു, അയ്യോ ഞാൻ പഠിച്ചില്ല, എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് ഇങ്ങനെ ആക്ഷൻ എടുക്കാതെ സ്ട്രെസ് മാത്രം എടുത്തോണ്ടിരുന്നാൽ ആ പരീക്ഷയുടെ റിസൾട്ടിനെ എങ്ങനെ ബാധിക്കും? അത് നെഗറ്റീവ് ആവൂലേ? അപ്പം മറിച്ച് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് 2 വിധത്തിലുള്ള സ്ട്രെസ് ഉണ്ട്. അത് ഗുഡ് സ്ട്രെസ് ഉണ്ട്, ബാഡ് സ്ട്രെസ് ഉണ്ട്. ഇത് രണ്ടിനെയും തരം തിരിച്ചറിഞ്ഞിട്ട് നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ കൂട്ടാൻ വേണ്ടി ഏതാണോ ഹെൽപ്പ് ചെയ്യുന്നത് അത് നമ്മൾ തിരഞ്ഞെടുത്തിട്ട് നമ്മൾ ലൈഫിലേക്ക് ആക്കുക. അവിടെ സക്സസ് ആവും.